രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എങ്ങനെയാണോ അമ്മയെ മക്കൾ പോയി കാണുന്നത്, അതേ പ്രകാരത്തിൽ ഈ വാനരങ്ങൾ എല്ലാവരും ദേവിയെ പോയി കണ്ടുകൊള്ളും, ആരെയും തടയരുത്. രാമൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ദേവിയെ കണ്ടു. ദേവി രാമൻ്റെ മുന്നിൽ എത്തി. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ മുന്നിൽ എത്തിയിട്ട് രാമനെ വന്ദിച്ചു നിന്നു. അപ്പോൾ ഇനി രാമനൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. രാവണൻ വരുന്നതിന് മുമ്പ് അങ്ങ് കാട്ടിൽ വെച്ച്, പർണശാലയ്ക്കുള്ളിൽ വെച്ച് ലക്ഷ്മണൻ പോലും അറിയാതെ രാമൻ ദേവിയോട് പറഞ്ഞ കാര്യം, വന്നിയിൽ മറഞ്ഞിരിക്കണം, വന്യമണ്ഡലം തന്നിൽ മറഞ്ഞു വസിക്ക നീ ധന്യേ, രാവണവധം കഴിഞ്ഞുകൂടുവോളം. എന്നിട്ട് എന്ത് വേണം? മായാസീതയെ തത്ര പർണശാലയിൽ നിർത്തിയിടേണം. അങ്ങനെ അന്ന് ദേവി രാമൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് മായാസീതയെ പർണശാലയിൽ നിർത്തിയിട്ട് വന്യമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത് മായാസീതയെയാണ്. ലക്ഷ്മണന് പോലും ഇതൊന്നും അറിയില്ല. അവിടെ ആ ശിംശഭാ വൃക്ഷച്ചുവട്ടിലിരുന്ന മായാസീതയാണ്. ആ മായാസീതയാണ് ഇപ്പോൾ ഇതാ രാമൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി മായാസീതയെ അഗ്നിയിൽ സമർപ്പിച്ചിട്ട് അഗ്നി മണ്ഡലത്തിനുള്ളിലിരിക്കുന്ന സീതയെ കൊണ്ടുവരണം തൻ്റെ സമീപത്തേക്ക്. അതിനു വേണ്ടിയിട്ട് രാമൻ എന്ത് ചെയ്തു? കുറേ പരുഷങ്ങൾ പറഞ്ഞു. പരുഷവാക്കുകൾ കേട്ട് ദേവി ഉടനെ തന്നെ ലക്ഷ്മണകുമാരനോട് കൽപ്പനയിട്ടു, അല്ലയോ കുമാര, ഞാൻ അഗ്നിപ്രവേശം ചെയ്യുകയാണ്. എൻ്റെ ശുദ്ധി ലോകത്തിന് തെളിയിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ഉടൻ അഗ്നികുണ്ഡം തയ്യാറാക്കുക. കുണ്ഡത്തിൽ അഗ്നി നന്നായി ജ്വലിപ്പിക്കുക. അഗ്നികുണ്ഡത്തിൽ നല്ലവണ്ണം തീ ആളിക്കത്തണം. ലക്ഷ്മണകുമാരൻ ഇത് കേട്ട് ദുഃഖിച്ചു. രാമൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രനും അതിന് യാതൊരു വിപരീത ഭാവവും കാണിക്കുന്നില്ല, വേണ്ട എന്ന് പറയുന്നില്ല. ലക്ഷ്മണൻ എന്തു ചെയ്യും? സീത അമ്മയാണ്, താൻ അനുസരിച്ചേ പറ്റൂ. വാനരന്മാരോടൊപ്പം വലിയൊരു അഗ്നികുണ്ഡം ഉണ്ടാക്കി. അഗ്നി ജ്വലിപ്പിച്ചു. അത് ഇങ്ങനെ ആളിക്കത്തി. ആ അവസരത്തിൽ സീതാദേവി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ അഗ്നി ഭഗവാനോട് പറയാണ്, തൻ്റെ വിശുദ്ധിയെ ലോകത്തിന് ഭഗവാന്റെ മുന്നിൽ തെളിയിക്കണം എന്ന്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ മുന്നിൽ ചെന്ന് വന്ദിച്ച് ദേവി രാമനെ പ്രദക്ഷിണം ചെയ്ത് വീണ്ടും വന്ദിച്ചിട്ട് അഗ്നി ഭഗവാന്റെ മുന്നിൽ വന്ന്, ആ അഗ്നികുണ്ഡത്തിൻ്റെ മുന്നിൽ വന്ന് അഗ്നികുണ്ഡത്തെ 3 തവണ പ്രദക്ഷിണം ചെയ്തിട്ട് അഗ്നി ഭഗവാനോട് പറഞ്ഞു, ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചിതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ. അഗ്നി ഭഗവാൻ അറിയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ട്? എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്ന അഗ്നി ഭഗവാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചിത്തത്തിൽ രാമനെ അല്ലാതെ വേറെ ആരെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലയോ അഗ്നി ഭഗവാനെ, അങ്ങയ്ക്കത് നന്നായി അറിയുമല്ലോ. അങ്ങ് ഈ ലോകത്തിൽ എല്ലാത്തിനും സാക്ഷിയാണ്. പ്രപഞ്ചത്തിൽ സർവവും അഗ്നി ഭഗവാൻ സാക്ഷിയാണ്. സർവ്വ പദാർത്ഥങ്ങൾക്കുള്ളിലും അഗ്നി ഇരിക്കുന്നു. അഗ്നിയാണ് നമ്മുടെ ഈ രൂപത്തിനാസ്പദം. അഗ്നിയാണ് നമ്മുടെ ഈ വർണ്ണത്തിനാസ്പദം. അഗ്നിയില്ലെങ്കിൽ നമുക്ക് ഈ രൂപവുമില്ല. ലോകത്തിൽ ഒരു പദാർത്ഥത്തിനും ഒരു രൂപവുമില്ല, ഒരു വർണ്ണവുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു ചൈതന്യവുമില്ല. അങ്ങനെ എല്ലാറ്റിൻ്റെയും ഉള്ളിലിരുന്നു കൊണ്ട് അതിനെ അതാക്കി തീർക്കുന്നത് അഗ്നി ഭഗവാനാണ്. അതുകൊണ്ട് സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ, ശരിക്കുള്ളതായ യഥാർത്ഥമായിരിക്കുന്ന തത്വം, ഞാൻ ആരാണ് എന്നുള്ളതായ പരമാർത്ഥം ലോകത്തെ നീ അറിയിക്കൂ എന്ന്
എന്ന് പറഞ്ഞ് ഉടൻ 3 വലം വെച്ച് വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വീണ. തെല്ലും ഭയം ഉണ്ടായില്ല സീതയ്ക്ക്. 3 ആ അഗ്നിയെ വലം വെച്ചിട്ട് ആ അഗ്നിയിലേക്ക് ചാടി. ആ അവസരത്തിൽ ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും ഇങ്ങനെ ദേവന്മാരെല്ലാവരും ത്രിമൂർത്തികളും എല്ലാവരും അവിടെ യക്ഷന്മാർ, കിന്നരന്മാർ, പുരുഷന്മാർ തുടങ്ങിയവർ, അപ്സര സ്ത്രീകൾ എല്ലാവരും, നാരദ തുമ്പുരും മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന നാരദൻ, തുമ്പുരു തുടങ്ങിയ ആളുകളും മറ്റ് അതേപോലെയുള്ളതായ പൂർവ്വലോകവാസികളും എല്ലാവരും രാമൻ്റെ ചുറ്റും വന്ന് നിരന്നു നിന്നു, നിറഞ്ഞു നിന്നു. സീത അഗ്നിപ്രവേശം ചെയ്ത ഘട്ടത്തിൽ ആ അവസരത്തിൽ അവർ വളരെയേറെ ഭക്തിയോടുകൂടിയിട്ട് രാമനെ പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ. രാമനെ സ്തുതിക്കുകയാണ് ഭക്തിയോടുകൂടിയിട്ട്. സർവ്വലോകത്തിനും കർത്താഭവാനല്ലോ, അല്ലയോ രാമ, ഈ ലോകങ്ങളെ മുഴുവൻ 14 ലോകങ്ങളെയും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും നിർമ്മിക്കുന്ന അങ്ങാണ്. അങ്ങയുടെ സങ്കല്പത്താലാണ് മൂലപ്രകൃതി പ്രവർത്തിച്ചിട്ട് ഇതിനെ എല്ലാറ്റിനെയും ഈ പ്രകാരത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ളതും അങ്ങ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. ലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ള കർമ്മവും രക്ഷിക്കുക എന്നുള്ള കർമ്മവും സംഹരിക്കുക എന്നുള്ള കർമ്മവും ഇതൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നു. ഈ കർമ്മങ്ങളെല്ലാം വേറെ വേറെ ദേവതമാരെ മൂലപ്രകൃതിയിലൂടെ നിർമ്മിച്ചിട്ട് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ദേവതമാരാണ് സൃഷ്ടിസ്ഥിതി സംഹാരാദി സകല പ്രപഞ്ച വ്യാപാരങ്ങളും നിർവഹിക്കുന്ന ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം നിശ്ചലനാണ്, അദ്ദേഹം കാലത്തിനതീതനാണ്, ദേശത്തിനതീതനാണ്. അദ്ദേഹം സർവവും കണ്ടുകൊണ്ടിരിക്കുന്നു. രൂപം ദൃശ്യം ലോചനം ദൃക്ക്, ദൃഗ്ദൃശ്യ വിവേകം, ശങ്കരാചാര്യസ്വാമികളുടെ ദൃഗ്ദൃശ്യ വിവേകം ഇതിനു മുമ്പൊരു ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അതൊന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. രൂപം ദൃശ്യം ലോചനം ദൃക്ക്, തദ്ദൃശ്യം ദൃക്തുമാനസം, ദൃശ്യാധീവൃത്തയ സാക്ഷി ദൃഗേവ നസദൃശ്യത്തെ. സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ പരമാത്മാവ് അദ്ദേഹമാണ് ദൃക്ക്, എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നയാൾ. അദ്ദേഹം ഒരിക്കലും ദൃശ്യമായി തീരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹത്തെ നേരിട്ട് അനുഭവിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അനുഭവത്തിൽ കൂടി മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് പ്രത്യക്ഷമായ അനുഭവജ്ഞാനമാണ്. അല്ലാതെ അദ്ദേഹത്തെ മറ്റ് ഭൗതിക പദാർത്ഥങ്ങളെ കാണുന്ന പ്രകാരത്തിൽ തന്നിൽ അന്യമായിട്ട് ആർക്കും കാണാനാവില്ല. അങ്ങനെ സർവ്വലോകത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാന നാശനനാകുന്നതും ഭവാൻ. ഈ ലോകത്തിൽ സകല ജനങ്ങൾക്കും മായാമയമായിരിക്കുന്ന രജസ്തമസ്സുകളെയും എല്ലാം നിർമ്മിച്ചിട്ട് അജ്ഞാനത്തെ, അവരുടെ അവിദ്യയ്ക്ക് കാരണമായി നിൽക്കുന്നതും അങ്ങ് തന്നെയാണ്. ഇതിന് കാരണം ഒരുക്കുന്നതും അങ്ങ് തന്നെ. എങ്കിലേ ലോക സൃഷ്ടി ഉണ്ടാകുള്ളൂ, ലോക ചലനങ്ങൾ ഉണ്ടാകുള്ളൂ. രജസും വേണം, തമസും വേണം, ഇല്ലെങ്കിൽ ലോകമില്ല. അപ്പോൾ അവയ്ക്ക് കാരണമായിരിക്കുന്നു അങ്ങ് തന്നെ. ഈ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് ബ്രഹ്മ സാക്ഷാത്കാരം, ജ്ഞാനത്തിൻ്റെ പൂർണ്ണത അത് തെളിച്ചു കൊടുക്കുന്നതും അങ്ങ് തന്നെയാണ്. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായതും അങ്ങ് അനേകം ദേവന്മാരെ നിർമ്മിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോരോ ചുമതല കൊടുത്തിട്ടുണ്ടല്ലോ. സൃഷ്ടികർത്താവായിരിക്കുന്ന വിരിഞ്ചനും അങ്ങ് തന്നെ, ബ്രഹ്മാവും അങ്ങ് തന്നെ, അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായിരിക്കുന്നതും അങ്ങ് തന്നെ. ലോകത്തിന് ആദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. ലോകത്തിൻ്റെ തുടക്കം അങ്ങാണ്, ലോകത്തിൻ്റെ മധ്യം അങ്ങാണ്, ലോകത്തിൻ്റെ അന്തവും അങ്ങ് തന്നെയാണ്. ഗീതയിൽ നമ്മൾ കേൾക്കുമല്ലോ, അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ ച. ഭഗവാന്റെ തന്നെ വാക്കുകളാണത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദിയും മധ്യവും അന്തവും എല്ലാം ഭഗവാൻ തന്നെയാണ്. അല്ലയോ ഭഗവാനെ, ദുഷ്ടനായിരിക്കുന്ന രാവണരാക്ഷസനും കൂട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടേതായ കർത്തവ്യങ്ങളെ എല്ലാം തടഞ്ഞ് ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ആട്ടിയോടിച്ച് വളരെയേറെ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയിലാക്കി തീർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങ് രാവണനെ സംഹരിക്കുക മൂലം ഞങ്ങൾ
എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തരായി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് സസന്തോഷം അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നതായ ജോലികൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഭംഗിയായി നിർവഹിക്കാനായി സാധിക്കും. പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽകരുണയാ. വർദ്ധിച്ച സൗഖ്യത്തോടുകൂടി ഞങ്ങൾക്കിനി വസിക്കാമെന്നായി കഴിഞ്ഞിരിക്കുന്നു അങ്ങയുടെ കാരുണ്യത്താൽ. ഇങ്ങനെ ദേവകൾ പുകഴ്ത്തുന്ന അവസരത്തിൽ ബ്രഹ്മാവും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ വാഴ്ത്തുകയാണ്. വന്ദേ പദം പരമാനന്ദം അദ്വയം വന്ദേ പരം അശേഷസ്ഥിതി കാരണം. അലയോ രാമ, അങ്ങയുടെ ഈ പാദത്തെ ഞാൻ വന്ദിക്കുന്നു. ആ ഉന്നതമായിരിക്കുന്ന പരമപദത്തെ, അങ്ങാകുന്ന പരമപദത്തെ ഞാൻ വന്ദിക്കുന്നു. അങ്ങയുടെ പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു. അത് പരമാനന്ദ സ്വരൂപമാണ്. അങ്ങ് അദ്വയം, രണ്ടില്ലാത്തതാണ്. അങ്ങ് മാത്രമേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം, രണ്ടില്ലാത്തതാണ്. അങ്ങ് ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും കാരണം അങ്ങാണ്. എല്ലാം നിലനിൽക്കുന്നത് അങ്ങയെ ആസ്പദമാക്കിയാണ്. പ്രപഞ്ച പദാർത്ഥങ്ങളായി നിലനിൽക്കുന്നതും അങ്ങയെ ആസ്പദമാക്കിയാണ്. ബ്രഹ്മസ്വരൂപമായി നിലനിൽക്കുന്നതും അങ്ങയെ ആസ്പദമാക്കിയാണ്. ജീവരാശി ഈ പ്രപഞ്ചത്തിലെ സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം വിട്ട് അഖണ്ഡമായ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിരിക്കുന്ന സാധനാ പദ്ധതികൾ അനുഷ്ഠിച്ച് അവസാനം അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലെത്തിച്ചേരും. ആ അനുഭവത്തിൽ അവരെ സ്ഥിരമായി നിലനിർത്തുന്നതും അങ്ങ് തന്നെയാണ്. സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞം അദ്ഭുതം. എല്ലാവരുടെയും ഉള്ളിൽ, ജീവനുള്ളതിൻ്റെയും ജീവനില്ലാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങ്. സകല ജഗത്തിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു അങ്ങ്. സകല ലോകർക്കും പ്രിയപ്പെട്ടവനാണങ്ങ്. സർവ ലോകപ്രിയം, സകല ജീവരാശിക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും എല്ലാറ്റിനും പ്രിയപ്പെട്ടവനാണങ്ങ്. സകല ജീവരാശിയോടും അതേ സകല ജീവനില്ലാത്ത പദാർത്ഥങ്ങളോടും അങ്ങേയറ്റം പ്രിയതയുള്ളവനുമാണങ്ങ്. ഇങ്ങനെ രണ്ടു പ്രകാരത്തിലും സർവലോകപ്രിയം, സർവജ്ഞം, എല്ലാം അറിയുന്നവൻ, അത്ഭുതം. അങ്ങനെയുള്ള രാമം, രമണീയ രൂപം, ജഗദഭിരാമം, സദൈവ സീതാഭിരാമം ഭജേ എന്നിങ്ങനെ വിരിഞ്ചനും. വളരെ വിസ്തൃതമാണ് ഈ സ്തുതികളെല്ലാം. അതിലെ ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ചൊല്ലിപ്പോകുന്നതാണ്. വിരിഞ്ചനും ഭഗവാനെ സ്തുതിക്കുന്നു. ഇത്തം വിധാതൃസ്തുതി കേട്ട് രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളും നേരം. ബ്രഹ്മാവിൻ്റെ ഈ സ്തുതി കേട്ടിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു സന്തോഷത്തോടുകൂടി അങ്ങനെ അവിടെ ഇരുന്നരുളുന്ന അവസരത്തിൽ ആശ്രയാശൻ അഗ്നി ഭഗവാൻ അദ്ദേഹം എന്തു ചെയ്തു? ജഗദാശ്രയഭൂതയാം ആശ്രിത വത്സലയായ വൈദേഹിയെ, ആശ്രിത ജനങ്ങളോട് ഏറെ വാത്സല്യമുള്ളവളായ സീതാദേവിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ. ഭഗവാന്റെ മുന്നിൽ കാഴ്ചയായിട്ട് കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വച്ചു. എന്നിട്ട് ഭഗവാനെ വണങ്ങി. അഗ്നി ഭഗവാൻ സീതാദേവിയെ ഭഗവാൻ സമർപ്പിച്ച് വണങ്ങി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്ന് എങ്കൽ ആരോപിതയാകിയ ദേവിയെ, ലങ്കാധിപനായിരിക്കുന്ന രാവണനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് ദേവിയെ എന്നിൽ സമർപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ദേവിയെ ഞാനിതാ തിരിച്ച് അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. അങ്ങ് യാതൊരു സംശയവും കൂടാതെ കണ്ട് ഈ ദേവിയെ അങ്ങ് സ്വീകരിച്ചാലും എന്നിങ്ങനെ ഭഗവാനോട് പറഞ്ഞു. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും, 3 ലോകത്തിൻ്റെയും ദുഃഖം പൂർണ്ണമായും ദൂരീകൃതമായി കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് സീതാദേവിയെ രാമന് സമർപ്പിച്ചു അഗ്നി ഭഗവാൻ. അങ്ങനെ ദേവിയുടെ വിശുദ്ധി ലോകത്തിൻ്റെ മുന്നിൽ തെളിയിക്കപ്പെട്ടു. അതോടൊപ്പം ശ്രീരാമചന്ദ്രനും ദേവിയും കൂടി ചെയ്ത ആ രഹസ്യമയമായിരിക്കുന്ന നീക്കം, സീതയെ അഗ്നിഭഗവാനിൽ സമർപ്പിച്ചിട്ട് മായാസീതയെ പർണശാലയിൽ നിർത്തിയ ആ സംഭവം, അത് എഴുത്തച്ഛൻ്റെ കിളിമകൾ പാടിത്തന്ന് നമുക്കറിയാം. ആ മായാസീതയെ തിരിച്ച്
അഗ്നി ഭഗവാനിൽ സമർപ്പിച്ച് ദേവിയെ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അക്കാര്യം വാനരന്മാരറിഞ്ഞില്ല, ഈ രഹസ്യം. അതേപോലെ തന്നെ അക്ഷന്മാരറിഞ്ഞില്ല, ലക്ഷ്മണകുമാരൻ പോലും അറിഞ്ഞില്ല. ഈ അവസരത്തിൽ സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജരസംഖ്യേന സാർത്ഥം വണങ്ങി സ്തുതിച്ചതു. ദേവേന്ദ്രൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ തൻ്റെ അനുയായികളായിരിക്കുന്ന 33 കോടി ദേവന്മാരോടൊപ്പം വണങ്ങിയിട്ട് സ്തുതിച്ചു. ഭഗവാനോട് ഇന്ദ്രൻ പ്രാർത്ഥിക്കുകയാണ്, നിൻ തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണം എൻ പോറ്റി മാനസേ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ നാമം നിരന്തരം ജപിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നണം. മനസ്സിൽ പലപ്പോഴും ആലസ്യം വരും. ഭഗവാന്റെ നാമം ഇപ്പോൾ എന്തിനു ജപിക്കുന്നു, പിന്നെ ആകാം എന്നിങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ, ഇതൊക്കെ ആലസ്യമാണ്. ഇത് യോഗ വിഘ്നകാരികളിൽപ്പെട്ടതാണ്. ആ ആലസ്യം എൻ്റെ മനസ്സിൽ ഒരിക്കലും കടന്നു വരരുത്. ഞങ്ങളുടെ ആരുടെ മനസ്സിലും ആലസ്യം കടന്നു വരരുത്. എപ്പോഴും അങ്ങയുടെ നാമമാകുന്ന അമൃതം, അങ്ങയുടെ പേര് അത് അമൃതമാണ്, മരണത്തെ അതിലംഘിക്കാനുള്ള ദിവ്യൌഷധിയാണ്. അത് നിരന്തരം ജപിക്കാനുള്ള ആഗ്രഹം, അതിനുള്ള ഉത്സാഹം എൻ്റെ മനസ്സിൽ തോന്നണം. നിൻ ചരിതാമൃതം ചൊല്ലുവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. നിന്റെ ചരിതവും അമൃതമാണ്, അത് എപ്പോഴും എൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയണം. എപ്പോഴും എൻ്റെ നാവുകൊണ്ട് എനിക്ക് ചൊല്ലാനും കഴിയണം. അതിനും വേണ്ടിയിട്ടുള്ളതായ അനുഗ്രഹം അല്ലയോ ഭഗവാനെ, യോഗമൂർത്തെ, ജനകാത്മജാവല്ലഭ, ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അങ്ങ് അനുഗ്രഹിക്കണം എന്നിങ്ങനെ ശ്രീരാമചന്ദ്രനോട് ദേവേന്ദ്രൻ ദേവന്മാരോടൊപ്പം വന്നു നിന്ന് സ്തുതിക്കുന്ന അവസരത്തിൽ ദേവേന്ദ്രനോട് അരുൾ ചെയ്തു രാഘവൻ. ശ്രീരാമചന്ദ്രൻ ദേവേന്ദ്രനോട് പറഞ്ഞു, എന്താ അത്? മൃത്യുഭവിച്ച കവികുലവീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കുകയും വേണം.